നമസ്കാരം. തൊടിയിലെ ചെടിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഡ്രാഗൺ ഫ്രൂട്ടിനെയാണ്. കള്ളിച്ചെടിയുടെ കുടുംബത്തിൽപ്പെട്ട ഒരു കൂട്ടം സസ്യങ്ങളുടെ ഫലത്തിൻ്റെ പൊതുവായുള്ള നാമമാണ് ഡ്രാഗൺ പഴം അല്ലെങ്കിൽ പിത്തായ. ഹൈലോസീറസ് ജനുസിൽപ്പെട്ട മധുര പിതായയാണ് ഇവയിൽ തന്നെ പ്രധാനപ്പെട്ടത്. പടർന്നു കയറി വളരുന്ന ഈ സസ്യത്തിൻ്റെ സ്വദേശം മെക്സിക്കോയും മധ്യ ദക്ഷിണ അമേരിക്കയുമാണ്. എന്നാൽ ഇന്ന് തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലും ശ്രീലങ്കയിലും ബംഗ്ലാദേശിലുമെല്ലാം ഈ സസ്യം ധാരാളമായി കണ്ടുവരുന്നു. പലതരം പ്രാദേശിക നാമങ്ങളിലാണ് ഈ സസ്യം അറിയപ്പെടുന്നത്. ഹൈലോസീറസ് അണ്ടേറ്റസ് എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന മധുരപിതായ കാക്ടേസിയ കുടുംബത്തിലാണ് ഉൾപ്പെടുന്നത്. ഇതിൻ്റെ തൊലി ചുവന്ന നിറത്തിലും ഉൾഭാഗം വെളുത്ത നിറത്തിലുമായിരിക്കും. എന്നാൽ മറ്റിനങ്ങളിൽ തൊലിയും ഉൾഭാഗവും ചുവന്ന നിറമുള്ളതും അതുപോലെ തന്നെ തൊലി മഞ്ഞ നിറത്തിലും ഉൾഭാഗം വെള്ള നിറത്തിലുള്ള ഫലങ്ങളും കാണപ്പെടുന്നുണ്ട്. കള്ളിച്ചെടിയുടേതുപോലെ തന്നെ മാംസളവും വണ്ണമുള്ളതുമായ ഏരിയോൾസ് ഈ സസ്യത്തിനുമുണ്ട്. തവിട്ട് നിറമുള്ള ഏകദേശം 1 മുതൽ 3 മില്ലിമീറ്റർ വരെ നീളമുള്ള മുള്ളുകൾ ഈ ഏരിയോൾസിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. സുഗന്ധമുള്ള ഇതിൻ്റെ പൂക്കൾക്ക് പച്ച കലർന്ന മഞ്ഞ നിറമാണ്. ഏകദേശം 150 ഗ്രാം മുതൽ 600 ഗ്രാം വരെ തൂക്കമുള്ള ഇതിൻ്റെ ഫലത്തിന് സൗമ്യ രുചിയാണ്. പഴം നെടുകെ മുറിച്ചാൽ അതിനുള്ളിൽ മാംസളമായിട്ടുള്ള ഭാഗം ഭക്ഷ്യയോഗ്യമായതാണ്. അതിനുള്ളിലുള്ള കറുത്ത തരിതരി പോലുള്ള വിത്തുകൾ കിവിപ്പഴത്തെ അനുസ്മരിക്കുന്നു. ഇതും ഭക്ഷ്യയോഗ്യമാണ്. എന്നാൽ മാംസള ഭാഗം മധുരമുള്ളതും കലോറി കുറഞ്ഞതുമാണ്. ഇതിലെ വിത്തിൽ ധാരാളം കൊഴുപ്പ് അടങ്ങിയിട്ടുമുണ്ട്. ഇതിൻ്റെ പൂക്കളും ഭക്ഷ്യയോഗ്യമാണ്. രാത്രിയിൽ വിടരുന്ന പൂക്കൾ പ്രഭാതമാകുമ്പോഴേക്കും വാടും. പഴത്തിൽ നിന്ന് പഴച്ചാറും വീഞ്ഞു നിർമ്മിക്കുന്നുണ്ട്. അതിശൈത്യത്തെ അതിജീവിക്കാൻ ഈ സസ്യത്തിനാവില്ല. ധാരാളം വിറ്റാമിനുകൾ അടങ്ങിയിട്ടുള്ള ഈ സസ്യം രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. കൂടാതെ ശരീരത്തിലെ ചയാപചയ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതിലും ഈ ഫലത്തിന് നല്ലൊരു പങ്കുണ്ട്. ദഹനശക്തി വർദ്ധിപ്പിക്കുന്നതിനും ഈ സസ്യം സഹായിക്കുന്നു. ഇതിലടങ്ങിയിരിക്കുന്ന ഫൈബർ കണ്ടന്റ് മലശോധനയ്ക്കും ഉപയോഗപ്രദമാണ്. ധാരാളം ഔഷധ ഗുണങ്ങളുള്ള ഡ്രാഗൺ പഴത്തിൻ്റെ ആയുർവേദത്തിലെ ഉപയോഗങ്ങളെപ്പറ്റി ഡോക്ടർ CM ശ്രീകൃഷ്ണൻ നമ്മളോട് വിശദീകരിക്കുന്നതാണ്. ഡ്രാഗൺ ഫ്രൂട്ട് അത് ഈ കള്ളിയുടെ ഫലമാണെന്ന് പറയാം. അത് ഭയങ്കര ന്യൂട്രീഷ്യസാണ്. നല്ല ധാരാളം വൈറ്റമിൻസും ധാരാളം മൈക്രോ എലമെൻസും ഉള്ളതാണ്. ഇത് ഈ ശരീരത്തിന് വെള്ളം അത് നഷ്ടപ്പെട്ടാലും നഷ്ടപ്പെടാതിരിക്കാനും ഈ ഇതിൻ്റെ 2 പഴം ദിവസേന കഴിച്ചാൽ മതി. പിന്നെ ക്ഷീണം എന്നത് ഇത് അറിയില്ല. പ്രത്യേകിച്ച് ഈ മരുഭൂമിയിൽ കൂടെ നടക്കുമ്പോൾ ഈ പഴം 2 രാവിലെയും വൈകുന്നേരം കഴിച്ചു കഴിഞ്ഞാൽ ക്ഷീണം അറിയില്ല. പിന്നെ ഇതിൻ്റെ ഒരു ഉപയോഗം ഈ പഴം അങ്ങനെ തൈരിൽ ചാലിച്ചൊരു പേസ്റ്റ് പോലെ ആക്കിയിട്ട് കവിളത്ത് പരത്തിയിട്ട് 10 മിനിറ്റ് കഴിഞ്ഞാൽ മാസേജ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കവിള് ഒട്ടുന്നത് ആൾക്കാർക്കുള്ള കവിള് ഇങ്ങനെ വീർത്ത് വരും. പ്രത്യേകിച്ച് ഈ കവിള് ശോഷം ഈ പെൺകുട്ടികളൊക്കെ കവിള് ഒട്ടിക്കഴിഞ്ഞാൽ ഒന്ന് തുടുക്കാൻ വേണ്ടിയിട്ട് അത് കഴിക്കാൻ നല്ലതാണ്, അത് തേക്കാനും. പിന്നെ ഇതിൻ്റെ ഒരു ഉപയോഗം ഇത് ഈ ഡ്രാഗൺ ഫ്രൂട്ട് പൊതുവെ തന്നെ ഈ തൈരിൽ ചാലിച്ചൊരു കുഴമ്പ് പോലെയാക്കാം. എന്നിട്ട് ഈ ഡ്രൈ സ്കിന്നുള്ള ആൾക്കാർ ഈ വരണ്ട ചർമ്മം അതുപോലെ ഈ ജരാനര എന്നൊക്കെ ബാധിച്ച് അത് നല്ലപോലെ ഈ ആയുർവേദ നവര തേക്കും പോലെ മേലെ തേച്ച് 10 മിനിറ്റ് ഇങ്ങനെ മാസേജ് ചെയ്ത് കുളിച്ച് കഴിഞ്ഞാൽ ഈ ഡ്രൈ സ്കിന്നൊക്കെ മാറി നല്ല സ്മൂത്തായ സ്കിന്ന് കിട്ടും.